ഓക്കെ, ഗോപാലകൃഷ്ണൻ, വസീഫ് പറയുന്നത് ദേശീയ തലത്തിൽ താരതമ്യപ്പെടുത്തുമ്പോൾ കേരളത്തിന്റെ കടം കുറവാണ്. എൻ്റെ അറിവിലൊരു 4 ലക്ഷം കോടിയോളം കടമെടുത്തു കഴിഞ്ഞു എന്നാണ്. വസീഫ് പറഞ്ഞത് തെറ്റാണ്. തെറ്റാ? അതായത് റിസർവ് ബാങ്കിന്റെ ആ ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ടുണ്ട്. ആ ലേറ്റസ്റ്റ് റിപ്പോർട്ടിൽ ഇന്ത്യയിൽ 5 സംസ്ഥാനങ്ങളാണ് ഏറ്റവും കൂടുതൽ കടമെടുത്തിട്ടുള്ളതും റിസർവ് ബാങ്ക് റെഡ് ഇങ്കിൽ മാർക്ക് ചെയ്തിട്ടുള്ളതും. അതിലെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനം കേരളമാണ്. അതെന്നിറങ്ങിയ റിപ്പോർട്ടാണ്? അതൊരു 3 മാസം മുമ്പ് 2020 വായിച്ചിട്ടുണ്ടാവില്ല, അത് കുഴപ്പം. ഇനി 2025 വസീഫ് 2025 ഞാനും വസീഫ് ഒന്നിച്ച് ഇതേപോലെ ചർച്ച ചെയ്തതാ. 2025 റിപ്പോർട്ടിലും ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല. അതായത് പിണറായി സർക്കാർ അധികാരമേൽക്കുന്ന സമയത്തെ ടോട്ടൽ കടം, കേരളത്തിന്റെ കടം എന്തായിരുന്നു വസീഫ് പറയട്ടെ? ആ കടത്തിൽ നിന്ന് 2026 എത്തുമ്പോൾ കടം എത്രയാണെന്ന് വസീഫ് പറയട്ടെ? അപ്പൊ ഈ അന്തരം വളരെ വലുതാണ്. ഇപ്പൊ 5 ലക്ഷം കോടിയുടെ മുകളിലേക്ക് കടന്നിരിക്കുന്നു. എന്ന് മാത്രമല്ല, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടമെടുക്കുന്ന സംസ്ഥാനവും കേരളമാണ്. എന്നാൽ അതേ സമയത്ത് ഈ കടമെടുത്ത പൈസ നമ്മൾ ഒരു മെറ്റീരിയലൈസ് ചെയ്യുന്നതിന് പകരം വാസീഫ് പറയുന്നത് പോലെ ഈ പെൻഷൻ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഈ മറ്റുള്ള ശമ്പളം കൊടുക്കുകയാണ്. ഇതൊന്നും ഇവിടുത്തെ കേരളത്തെ കടമെടുക്കുന്ന പണം ഇനിയും വെളിയിൽ പോയി കടം കൊണ്ടിരുന്ന നമ്മുടെ പ്രമാദമായ ഒരു സാധനം ഉണ്ടല്ലോ, ഞാൻ പറയേണ്ട ആവശ്യമില്ല. അപ്പൊ അവിടെ നിന്നൊക്കെ കൊണ്ടുവരുന്ന പണം അത് ഉപയോഗിച്ചു അല്ല, തോൽവിയും ജയവും രണ്ട്. ഫാക്ട് ആണ്. തോൽവിയും ജയവും രണ്ടാണ്. ഞങ്ങള് ഈ അതിശക്തമായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി വിരോധം, മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരായിട്ടുള്ള വിരോധത്തെ സ്വാഭാവികമായിട്ടും ആരാണ് 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് അവർക്ക് അനുകൂലമായിട്ട് വരും. അത് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ശബരിമല വിഷയത്തിൽ അതിശക്തമായ പോരാട്ടം ഞങ്ങൾ നടത്തി. പക്ഷെ ജയിച്ചു പോയത് ഈ മണ്ണും ചാരി നിന്നവൻ കൊണ്ടും കൊണ്ടുപോകുന്നു പറയില്ലേ, ജയിച്ചു പോയത് കോൺഗ്രസ് ആണ്. അത് പറഞ്ഞിട്ടേ അല്ല, അതൊരു മനഃശാസ്ത്രപരമാണ്. ഞാൻ ചോദിച്ച ചോദ്യത്തിൽ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ കേരളം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി വളരെ വലുതാണ്. വരുന്ന ഗവൺമെൻറ് അതിനെ ഫലപ്രദമായി വിനിയോഗിക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ ഇറ്റ് വിൽ ബി എ ഡിസാസ്റ്റർ ഫോർ ദ യൂത്ത് ആസ് വെൽ ആസ് ദ കോമൺ മാൻ. സാമ്പത്തികമായ അച്ചടക്കത്തോടുകൂടി സാമ്പത്തികമായ വളർച്ച കൈവരിക്കാൻ ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ട് ക്രിയേറ്റീവായിട്ടുള്ള സംഭാവനകൾ കൊണ്ടുവന്നില്ലെങ്കിൽ ഈ ഗവൺമെന്റിന്റെ കാര്യത്തിൽ പൂച്ചയല്ല പുലി തന്നെ പറ്റി മുണ്ട് മുറുക്കി കൊടുക്കാൻ പറഞ്ഞതാ ഇപ്പോ ആര്? നരേന്ദ്രമോദി. ഭയങ്കര സംഭവമായി ലോകം മുഴുവനുമുള്ള അവിടെയാണ് ലോകം മുഴുവനുമുള്ള സാമ്പത്തിക പ്രതിസന്ധി. അവിടെയാണ് ധൂർത്ത് ചെയ്യാതെ നമ്മൾ എല്ലാ ആൾക്കാരും ശ്രദ്ധിക്കണം എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രി ഉണ്ട്. പക്ഷെ ഇവിടെ മുഖ്യമന്ത്രി അങ്ങനെ ആയിരുന്നില്ല. ഇനി വരുന്ന മുഖ്യമന്ത്രി ആവട്ടെ, തെരഞ്ഞെടുപ്പിന് ഇനി വരുന്ന മുഖ്യമന്ത്രി അതാണല്ലോ ചോദ്യം. കേരളത്തിലെ ഗവൺമെന്റിനെ കുറിച്ചാണല്ലോ ചോദ്യം. ഇനി വരുന്ന മുഖ്യമന്ത്രി കേന്ദ്ര ഈ ദേശീയ തലത്തിൽ പോയാൽ വെറുതെ കയ്യടി മാത്രമേ ഉണ്ടാവുള്ളൂ, വെറുതെ പോണ്ട.